എവിടെയും മനുഷ്യർ വലിയ തിരക്കിലാണ്. പറയത്തക്ക ജോലികളില്ലാത്തവർ പോലും താൽക്കാലിക രസങ്ങളിൽ ഏറിയ സമയം മുഴുകിയിരിക്കുന്നതായി കാണുന്നു. ഈ ലോകത്ത് കാണുന്നതെല്ലാം നാം സ്വരൂപിച്ചതെല്ലാം തന്നെ ഒരിക്കൽ നാം വിട്ടുപിരിയേണ്ടി വരും. എന്നാൽ നാം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിത്യമായതൊന്നും നമ്മെ കാത്തിരിക്കുന്നു. ആ ഒരു ബോധ്യം ഈ ദിവസങ്ങളിൽ നമ്മിലുണ്ടാകണം. പൊതുവെ മനുഷ്യർക്കാർക്കും ദൈവത്തെ അന്വേഷിക്കുവാൻ സമയമില്ല, അതിന് മനസ്സില്ല എന്നതാണ് വാസ്തവം. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ഹൃദയമാണ് യഥാർത്ഥമായും ഒരുവൻ്റെ ബുദ്ധിയുടെ അടയാളമായി ദൈവവചനം ഉയർത്തിക്കാട്ടുന്നത്. ദൈവവചനം ഇങ്ങനെ പറയുന്നു: ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അല്പമായ ഈ ജീവിതത്തിൽ ഭാവി ഭദ്രമാക്കുന്നതിന് എത്രമാത്രം കഠിന പ്രയത്നം മനുഷ്യൻ ചെയ്യുന്നു. എന്നാൽ മരണത്തിനപ്പുറം നിത്യമായൊരു ജീവിതം സ്വസ്ഥമാക്കുവാൻ തയ്യാറാകാത്ത ആ മൗഢ്യം തിരിച്ചറിയുക. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യനെ നിശ്ചയിച്ചിട്ടുണ്ട്, അതറിയുക. നാം മനഃപൂർവ്വമായി ശ്രദ്ധിച്ചാൽ ഈ ലോകത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നല്ല മനുഷ്യനെന്ന് പേരെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞേക്കാം. എന്നാൽ അതിനപ്പുറം ദൈവത്തിൻ്റെ മനുഷ്യനായി നാം അടിസ്ഥാനപരമായി പണിയപ്പെടണമെങ്കിൽ ദൈവവ്യവസ്ഥയോട് നാം അനുരൂപപ്പെടേണ്ടതുണ്ട്. ഈ വ്യവസ്ഥകൾ മനസ്സിലാക്കുന്നതിന് നാം നിരന്തരമായി ദൈവപാദപീഠത്തിലിരുന്ന് പ്രാർത്ഥനയോട് ദൈവവചനം പഠിച്ചേ മതിയാവൂ. എത്ര തിരക്കിലും നാം ശരിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ സമയം കണ്ടെത്താറില്ലേ? അപ്പോൾ നമ്മുടെ മുൻഗണന നിശ്ചയിക്കുന്നതിലാണ് പ്രശ്നം. ഒരു ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ആർക്കും കഴിയില്ല. എന്നാൽ നമ്മൾ മുൻഗണനാക്രമത്തിൽ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിച്ചാൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചെയ്യുന്നതിന് ഓരോ ദിവസവും നമുക്ക് കഴിയും. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിൽ ദൈവത്തോട് ചേർന്ന് കുറച്ച് സമയം ഇരിക്കുന്നതിനും ദൈവവചന പഠനത്തിനും നാം മുൻഗണന നൽകിയാൽ ദൈവം നമ്മെ സഹായിക്കും. ദൈവത്തെക്കുറിച്ചുള്ളൊരു ദാഹം നമുക്കുണ്ടാവണം. ആരെങ്കിലും ദൈവത്തെ അറിയുവാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ദൈവം തയ്യാറാണ്. ഈ ദിവസങ്ങളിൽ ദൈവവചനം ശ്രദ്ധിക്കുവാൻ മനസ്സ് വയ്ക്കുക. ദൈവവചനം കേൾക്കുമ്പോൾ ആ വചന വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തെ നാം തിരിച്ചറിയുകയും ഒരു ശുദ്ധീകരണം ആവശ്യമുണ്ടെന്ന് ബോധ്യപ്പെടുകയും അതിനായി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന പദ്ധതി എന്തെന്ന് മനസ്സിലാക്കുകയും ആ ശുദ്ധീകരണം പ്രാപിക്കേണ്ടതിന് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ സമർപ്പണത്തോടെ, പൂർണ്ണ വിശ്വാസത്തോടെ യേശു കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്താൽ നമ്മിൽ മരിച്ചു കിടക്കുന്ന ആത്മാവ് ജീവൻ വയ്ക്കും. പിന്നീട് ദൈവവചനത്തിനായി നാം നിരന്തരം കാതോർക്കും. അവയോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ തുടങ്ങും. വചനം വിശ്വാസത്തോടെ കൈക്കൊണ്ട് അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നാം തയ്യാറാകും. അതിനായി ആഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ സഹായിക്കും.